എന്തിനാ സാർ നമുക്ക് ഈ രാഷ്ട്രീയ കളി പോരെ? എന്തിനാ ഈ വിദ്വേഷവും പകയും ഒക്കെ? അപമാനിക്കപ്പെട്ടവന് മാത്രമേ അതിന്റെ വേദന അറിയൂ. ഇത്രയും പണവും പേരും പ്രശസ്തിയും ഉണ്ടായിട്ടും ആ അഭിറാമിനോട് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്റെ ലൈഫ് വേസ്റ്റാ. അവൻ ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എഴുന്നേറ്റ് നടക്കാത്ത രീതിയിലാക്കണം. എങ്ങനെ? പിന്നെ സാർ, അവൻ ഈ സിറ്റി വിട്ടു പോകാൻ പാടില്ലെന്ന് ഓർഡറുള്ളതല്ലേ? അതെ സാർ. അഭിരാം സിറ്റിന്ന് വെളി പോയാല് ജാമ്യം റദ്ദാകും. അവനെ ഞാൻ കൊടുക്കുമെടാ. അവൻ ഈ സിറ്റിയിൽ നിന്നും പുറത്തും പോകും, അവന്റെ ജാമ്യം റദ്ദാവുകയും ചെയ്യും. പിന്നെ അവൻ ജയിലിൽ പോകും. എങ്ങനെ സാർ സിറ്റിന്ന് പുറത്തിറക്കുക? അവന്റെ ഫാമിലിയിൽ ആരെങ്കിലും അസുഖം ബാധിച്ച് മരണക്കിടക്കയിലാണെങ്കിലോ? ഈ സിറ്റി തന്നെ ധാരാളം ആശുപത്രികൾ ഉണ്ടല്ലോ സാർ. ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കിടക്കും. പേഷ്യന്റിന്റെ ജീവൻ നിലനിർത്താനുള്ള ഈ എക്യുപ്മെന്റ് ഈ സിറ്റിക്കുള്ളിൽ ഇല്ലെങ്കിലോ? മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി വാങ്ങണമെന്ന് ഡോക്ടറെ കൊണ്ട് പറയിപ്പിച്ചാലോ? ആ ടെൻഷനില് അഭിറാം പോലീസിന് ഇൻഫോം ചെയ്യാതെ പേഷ്യന്റിനെ സിറ്റിക്ക് പുറത്തേക്ക് കൊണ്ടുപോകും. ഉടൻ തന്നെ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കും, ജയിലിലേക്കും അയക്കും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? ഇത്ര ചീപ്പായിട്ടുള്ള പദ്ധതികളൊക്കെ സാറിനെ ഉണ്ടാക്കാൻ പറ്റും. എന്ത്? സൂപ്പർ സാർ, ഫാന്റാസ്റ്റിക് സാർ, മൈൻഡ് ബ്ലോയിങ് സാർ. എന്നാൽ ഉടനെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. ഓക്കെ സാർ. ഞാനിതൊക്കെ എന്തിനു ചെയ്യണം? ദൈവം എന്ത് നല്ലത് ചെയ്തിട്ടാ ഞാൻ അവനെ വന്ദിക്കേണ്ടത്? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അഭിയെയും വസുവിനെയും എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ദൈവത്തിന് കണ്ണുണ്ടെങ്കിലും അന്ധനായി പോയി. ഇവിടെ നടക്കുന്നതെല്ലാം കണ്ടിട്ടും മൗനമായിരിക്കുന്നു. അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ? ദൈവത്തിന് എന്തൊക്കെ ഏതൊക്കെ സമയത്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയാം. നല്ലവരെ രക്ഷിക്കുകയും തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യുന്നതാ ദൈവത്തിന്റെ കർത്തവ്യം. നമ്മളാണ് എല്ലാം സഹിച്ച് ക്ഷമ കാണിക്കേണ്ടത്. ഇനിയും എത്ര നാൾ സഹിക്കും ജയന്തി? ഇനിയും എത്ര നാൾ ക്ഷമയോടെ കഴിയണം? കുട്ടിക്കാലം മുതലേ അഭിക്ക് കഷ്ടത തന്നെയാ. ഇടയ്ക്ക് അവൻ കുറച്ചുനാൾ മാത്രമേ സന്തോഷത്തോടെ ജീവിച്ചുള്ളൂ. കഷ്ടത്തിന് മേൽ കഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ലവനായി ഇവനെ എന്തിനെങ്ങനെ പരീക്ഷിക്കുന്നേ? ഫലങ്ങളുള്ള മരത്തിലല്ലേ അച്ഛ ആളുകൾ കല്ലെറിയും. ഇതും അതുപോലെ തന്നെയാ. അമ്മ പറഞ്ഞ പോലെ നമ്മളൊന്ന് ക്ഷമിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാൻ ഇപ്പൊ പറ്റില്ല. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ പോലും മനുഷ്യനെ ജനിച്ച കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് രാമൻ നിങ്ങൾ ആദ്യം പോയി ഫ്രഷ് ആയിട്ട് വാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം പാലും ബൂസ്റ്റും ഒക്കെ കൊണ്ടുവരാം. സ്കൂളിൽ പോകാൻ സമയമായില്ലേ? വേഗം റെഡിയാകും. ഞങ്ങൾ ഇന്ന് സ്കൂളിലേക്ക് പോകുന്നില്ലമ്മേ. എന്താ പോകാത്തെ? ഇത്രയും നാള് ഹോളിഡേ എൻജോയ് ചെയ്തില്ലേ? സ്കൂളിൽ എല്ലാവരും നിങ്ങളുടെ അച്ഛൻ ഡ്രഗ്സ് വെക്കുന്നെന്നും മോശം ആളാണെന്നും പറഞ്ഞ് കളിയാക്ക. ഞങ്ങളുടെ അച്ഛൻ പാവമാണെന്ന് ഞങ്ങൾ എത്ര പറഞ്ഞാലും ആരും കേൾക്കുന്നില്ല. ടീച്ചേഴ്സ് പോലും ഞങ്ങളോട് ദേഷ്യപ്പെടുക.
അങ്ങനെയോ? എന്നാൽ ആ സ്കൂളിന് വേണ്ട, വേറെ സ്കൂളിൽ ചേർക്കാൻ നിങ്ങളെ. എപ്പോഴായാലും നിങ്ങളുടെ ഉണ്ണിയേട്ടന്റെ സ്കൂൾ മാറ്റേണ്ടതല്ലേ? ഇല്ല അച്ഛാ, അനുവും കീർത്തി അതേ സ്കൂളിൽ തന്നെ പോകണം. പക്ഷേ അവിടെയുള്ള കുട്ടികൾ ഇവരെ... ആ, അതൊക്കെ നമുക്ക് നേരിട്ട് പോയി സംസാരിക്കാം വസുന്ധരെ. ആദ്യം കുട്ടികളെ റെഡിയാക്കാൻ നോക്ക്. വാ. ഗുഡ് മോർണിംഗ് ചേട്ടാ. ആ, മോർണിംഗ് ശംഭു. അല്ല, പോയ കാര്യം എന്തായി? എല്ലാം ഓക്കെ ചേട്ടാ. നമ്മുടെ കാറ്ററിംഗ് ആൾക്കാർ സമ്മതിച്ചു. ഇന്ന് ലഞ്ച് കൊടുത്തുവിടാൻ പറഞ്ഞിട്ടുണ്ട്. അഖിലും കാർത്തിയൊക്കെ എഴുന്നേറ്റോ അമ്മേ? ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. എന്താ ഇതുവരെ എഴുന്നേക്കാത്തെ? ഞാൻ എഴുന്നേപ്പിക്കാം. സാർ അവിടെ നിക്കേ. അവരുടെ കാര്യം എനിക്ക് വിട്ടേക്ക്, ഞാൻ നോക്കിക്കോളാം. ഏട്ടനും ഏട്ടത്തിയും എവിടെ പോയിരിക്കാമേ? കാവ്യെ കാണാൻ പോയിരിക്കുക. ഉണ്ണിയെ വേഗം വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് വസുവിന്റെ അമ്മയോട് പറയണം. സ്കൂളൊക്കെ തുറക്കാൻ പോവുമല്ലേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇവിടെ മരത്തലയാ, എന്തിനാണ് ഞങ്ങളുടെ ഉറക്കം കെടുത്തിയത്? പാചകം ചെയ്യണ്ടേ സാർ, അതിനാ വിളിച്ചെണീപ്പിച്ചത്. എന്ത് പാചകം? രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ തന്നെ തയ്യാറാക്കണോ? ടിഫിൻ അല്ല മാഡം, കാറ്ററിംഗിന് വേണ്ട ഭക്ഷണം. എന്താന്ന്? വീണ്ടും കാറ്ററിംഗ് തുടങ്ങിയിരിക്കുകയാണോ? നീ ഒരു മനുഷ്യനാണോ മൃഗമാണോ? നീ കഴിക്കുന്നത് പുല്ലാണോ അതോ ചോറാണോ? നിന്റെ തോന്നിയസ്ഥന് ഓർഡർ പിടിച്ച ആരാടാ പാചകം ചെയ്യുന്നേ? ശരീരം മാത്രം വലുതായ പോരാ, ബുദ്ധിയും വികസിക്കണം. സോറി സാർ, കാറ്ററിംഗിനെ സംബന്ധിച്ചത് ഞാനല്ല, നിങ്ങളുടെ ചേട്ടനാ. എന്റെ അമ്മേ, അയാൾ പറഞ്ഞൂന്ന് വെച്ച് ഞങ്ങൾ ചെയ്യണമെന്നാണോ? ഞങ്ങൾക്ക് പാചകം അറിയില്ല. കഴിക്കാൻ അറിയാവല്ലോ. എന്തിനാ അച്ഛൻ ദിവസം ഞങ്ങൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ? അന്ന് കഷ്ടപ്പെട്ടല്ലേ ആഹാരം ഉണ്ടാക്കിയത്, ഇനിയും അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ? ഇന്നലെ ഭക്ഷണം കഴിച്ചു വെച്ച് ഇന്നും കഴിക്കാതെ ഇരിക്കണമെന്നാണോ? എന്നും കഴിക്കുന്നതല്ലേ? എന്താ അമ്മ അമ്മയും കൂടി ഇങ്ങനെ? പാചക ജോലിയൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാകും മാഡം. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ ഒന്നും മിണ്ടായിരിക്കണം. അവന്റെ ഒടുക്കത്തൊരു പാചകം. നീ എന്തിനാ ജനിച്ചത്? ഞങ്ങളൊക്കെ കൊന്നു തിന്നാൻ വേണ്ടിയാ? ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഓർഡർ അങ്ങ് പിടിച്ചോളൂ. സാർ, നിങ്ങൾ ദേഷ്യത്തിൽ എന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? ഇപ്പൊ മനസ്സിലായല്ലോ. എന്നാലും കുഴപ്പമില്ല മാഡം. നാണമില്ലാത്ത നായേ. നാണമില്ലാത്തത് അവനല്ല, നിനക്കാ. പെട്ടെന്ന് എഴുന്നേറ്റ് പാചകം തുടങ്ങിക്കോ. അഭിയേട്ടനും വസുവേട്ടത്തി ഇവിടെ ഇല്ലേ അമ്മേ? അവര് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയിരിക്കുക. പാചകമൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. മുഖത്ത് നോക്കുന്നതൊക്കെ മതി, ആദ്യം പോയി മുഖം കഴുകു. പാചകം സ്റ്റാർട്ട് ചെയ്യണം. നിന്നെ ഉണ്ടല്ലോ, പോടാ അവിടുന്ന്, ഇറങ്ങി പോവാൻ. വരുമല്ലോ അല്ലേ? തന്റെ മുഖം കാണുമ്പോഴേ ഇറിറ്റേഷൻ തോന്നുവാ. പോ ഇവിടുന്ന്. പോടാ. എന്തൊരു കഷ്ടമാ. ഈ ആന്റി എവിടെ പോയി തൊലഞ്ഞതാ? MLA സാർ വിളിക്കുവാടി. ഹലോ സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഖിലേ. നീ എഴുന്നേറ്റോ? ഏർലി മോർണിംഗ് 5 o'clock എഴുന്നേറ്റ് സാർ. ഇത്ര രാവിലെ എന്തിനാ എഴുന്നേക്കുന്നേ? യോഗ ചെയ്യുന്നുണ്ടോ? ഇല്ല അങ്കിൾ, പാചകം ചെയ്യാൻ വേണ്ടിട്ടാ. ഞങ്ങളുടെ അഭിയേട്ട ഏതോ കാറ്ററിംഗ് വർക്ക് എടുത്തിട്ടുണ്ട്. അവര് പാചകം ചെയ്ത പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കുക. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അത് പോട്ടെ, അഭി എവിടെ? കുട്ടികളെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കുക സാർ. ഓ, സ്കൂളിലേക്ക് പോയെന്നോ? എന്താ അങ്കിൾ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് ഫോൺ ചെയ്യാം. എടോ പിയെ സാർ, അർജന്റായി ചെയ്യാൻ നമുക്കൊരു ജോലിയുണ്ട്. വാ പോകാം. എങ്ങോട്ട് പോണം സാർ? പറഞ്ഞില്ലെങ്കിൽ വരില്ലേ? വാടോ. സാർ, ഡ്രൈവർ, വണ്ടി എടുക്ക.
സാർ അഭിരാമൻ കുട്ടികൾ വരുന്നുണ്ട്. കാർ സ്റ്റാർട്ട് ചെയ്യണം സാർ. എല്ലാവരെയും ഇടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായാലോ? ഇടിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാല് 1 4 ആയാല് നമുക്ക് എന്താ സാർ? എന്താടാ, എന്നെ ആക്സിഡന്റ് കേസിൽ പെടുത്തണമെന്ന് നിനക്ക് അത്രയും ആഗ്രഹമുണ്ടോ? എന്റെ ടാർഗറ്റ് ഒരാളാ. 4 പേര് വരുന്ന ബൈക്കില് ഒരാളിനെ മാത്രം ഇടിച്ചിടുന്നത് എങ്ങനെയാണ് സാർ? ആ, അതാ ഞാനും ആലോചിക്കുന്നത്. എന്ത് പറ്റിയേട്ടാ? വസുന്ധര ഒന്നിറങ്ങി. ഇറങ്ങിക്കോളാം. ഭാഗ്യമെന്ന് വെച്ചാൽ ഇതാടാ, അവന്റെ സമയം ശരിയല്ലാത്തതുകൊണ്ട് വണ്ടി നിന്നുപോയി. പിള്ളേര് റോഡിലേക്ക് ഇറങ്ങി. പോയി ഒരെണ്ണത്തിനെ മാത്രം ഇടിച്ചിടാം. നിക്കട്ടെ സാറേ. ആ, ഡയറക്റ്റായി സാറ് തന്നെ പോയി ആ കുട്ടിയെ ഇടിക്കുകയാണെങ്കിൽ വൈരാഗ്യത്തിലെ പോയി ഇടിച്ചെന്ന് അഭിരാം പോയി പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്യും. കറക്റ്റോടോ പിയെ. ചിലപ്പോ അവിടെ വെച്ച് എന്നെ സാറിനെ അടിച്ചു കൊന്നു ഇരിക്കും. സത്യം പിയെ. അതുകൊണ്ട് ഞാൻ തന്നെ പോയി ഇടിച്ചിടാം. എനിക്ക് ഡ്രൈവിംഗ് ശരിക്കും അറിയില്ലെന്ന് പറഞ്ഞ് രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പൊ നമ്മൾ സേഫ്. സൂപ്പർ പിയെ. ഇത്രയും നാളിനുള്ളിൽ ഒരു നല്ല ഐഡിയ പറഞ്ഞു. പക്ഷേ ഈ ആക്സിഡന്റ് എനിക്ക് നേരിട്ട് കാണണം. അങ്ങനെയാണെങ്കിൽ സാർ അവിടെ ചെന്ന് നിൽക്കി. അപ്പൊ അഭിരാം എന്നെ കാണില്ലേടോ? കാണാതെ മറിഞ്ഞിരിക്കണം സാറേ. എങ്ങനെ മുഖം മറച്ചാലും ശരി സാറിന് അവര് കണ്ടുപിടിക്കും. ഇതൊക്കെയാണോ? ഒന്ന് പെട്ടെന്ന് പോവാൻ സാറേ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പിള്ളേർക്ക് പരിക്ക് മാത്രമേ പറ്റാൻ പാടുള്ളൂ, ജീവൻ പോകാൻ പാടില്ല. ഓക്കെ സാർ, സാറ് ചെല്ലണം. ഹായ് പൂവ്. കീർത്തി, 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 കീർത്തി. കീർത്തി കണ്ണു തുറക്ക്. മോളെ കണ്ണു തുറക്ക്. വസുന്ധര, കീർത്തി, മോളെ, കീർത്തി, കീർത്തി കണ്ണു തുറക്കണം. കീർത്തി, മോളെ, കീർത്തി, കീർത്തി കണ്ണു തുറക്കണം. മോളെ, കീർത്തി, എഴുന്നേക്ക് മോളെ. എടാ ഒന്നുമില്ല, കണ്ണു തുറക്ക്. ഒന്നുമില്ല മോളെ, കീർത്തി, ഒന്നുമില്ല. ഏട്ടാ, കീർത്തി. യെസ്, പ്ലാൻ സക്സസ്. കുട്ടിക്ക് പരിക്ക് പറ്റി. ഇനി അഭിയെ എങ്ങനെയെങ്കിലും ഈ സിറ്റിക്ക് പുറത്തേക്ക് അയക്കണം. കീർത്തി, കീർത്തി. മോളെ കണ്ണു തുറക്ക്.
ആ? എല്ലാം സ്വപ്നമായിരുന്നോ? ഇനിയും വണ്ടി ആ കുട്ടി ഇടിച്ചില്ലേ? എന്നെ തന്നെ ഇടിച്ചല്ലോടാ. സാർ സോറി സാർ. എടാ ദുഷ്ട, നീ എന്തിനാണ് എന്നെ തന്നെ വന്ന് ഇടിച്ചത്? ഐ എം വെരി വെരി സോറി സാർ. താനാ MLA PA അല്ലേ? തനിക്കെന്താ നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലേ? സ്വല്പം ഒന്ന് മാറിയിരുന്നെങ്കിൽ കുഞ്ഞിനെ ഇടിച്ചേനെ. അയ്യോ, ആരോ ഇടിച്ചിട്ടുണ്ട് ഏട്ടാ, പാവം. കാല് മുറിഞ്ഞ് രക്തം വരിക കണ്ടില്ലേട്ടാ. MLA സാർ, നിങ്ങളോ? അയ്യോ അമ്മേ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഈ സ്ഥലത്ത് എന്താ ആവശ്യം? അത് പിന്നെ കാറിന്റെ ടയർ പഞ്ചറായി. പഞ്ചർ ഒട്ടിച്ചു ഇവനോട് പറഞ്ഞതാ. ഇവന്റെ കെയർലെസ് ഡ്രൈവിംഗ് കൊണ്ട് നിങ്ങളുടെ മക്കളെ ഇടിക്കേണ്ട പോലെ എന്നെ വന്ന് ഇടിച്ചു. അതെ സാർ, ഞാനൊരു എൽബോർഡാ. ഇപ്പോഴാ ഡ്രൈവിംഗ് പഠിക്കാൻ തുടങ്ങിയത്. എനിക്കെന്തോ ഇത് പ്ലാനിങ് ആണെന്നാ തോന്നുന്നേ. എനിക്കും അത് തന്നെയാ തോന്നുന്നത്. എന്നാൽ ഇവര് കുഴിച്ച കുഴിയിൽ ഇവര് തന്നെ വീണു. കുറച്ചു നേരം നമുക്ക് ഇവരെടുത്തിട്ടും കളിപ്പിക്കാം. അയ്യോ MLA സാർ, എന്ത് പറ്റി ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? കാറ് പഞ്ചറാകുമ്പോ ഒരു ക്യാബ് ബുക്ക് ചെയ്ത് പോവായിരുന്നല്ലോ സാറിന്. സാറെന്തിനാ ഇങ്ങനെ നടു റോഡിലൊക്കെ നിൽക്കുന്നേ? സാറിന്റെ PA തന്നെ സാറിനെ ഇടിച്ചിട്ടു. എല്ലാം എന്റെ തലയിലെഴുത്താ മോളെ, തലയിലെഴുത്ത്. എന്റെ വിധി. അല്ല MLA സാർ, ഇതെല്ലാം നിങ്ങളുടെ PAയുടെ കയ്യിലിരിപ്പോട്ടാ. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത വേറെ എന്തൊക്കെ കാട്ടിക്കൂട്ടി വെച്ചിരിക്കുന്നു. ഇവനൊന്നും വെറുതെ വിടാൻ പാടില്ല. ആ അതെ, ഇന്ന് ഇയാൾ സാറിനെ വന്ന് ഇടിച്ചു. നാളെ ചിലപ്പോ മിനിസ്റ്ററിനെയോ മറ്റന്നാ ചീഫ് മിനിസ്റ്ററെയോ അതിനുശേഷം ചിലപ്പോ പ്രൈം മിനിസ്റ്ററെയോ ചിലപ്പോ മുകളിലുള്ളവരെ പോലും ഇയാൾ ഇടിച്ചെന്ന് വരും. ഏട്ടാ, പോലീസിനെ ഒന്ന് ഫോൺ ചെയ്ത് ഇയാളെ ഉണ്ടല്ലോ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടപ്പിക്കാൻ നോക്ക്. മോളെ, ആദ്യം എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരല്പം ഒന്ന് സഹിക്കാം MLA സാർ. ഇപ്പൊ സാറിന്റെ കാലിന് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ സമയത്ത് സാറിങ്ങനെ മരിച്ചു വരുന്നെങ്കിലോ? സാറിന്റെ ജനങ്ങളെല്ലാം അതോർത്ത് വിഷമിക്കില്ലായിരുന്നു, ശരിയല്ലേ? ഇയാള് സാറിനെ തന്നെ ദ്രോഹം ചെയ്തിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരാളെയാണ് കൂടെ കൊണ്ട് നടക്കുന്നത്. സാർ ഇപ്പൊ വലിയൊരു തെറ്റാ ചെയ്തോണ്ടിരിക്കുന്നെ. ഇതിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും പണി കണ്ടുപിടിച്ചേ പറ്റൂ. ഏട്ടാ, വേഗം ഒന്ന് പോലീസിനെ ഫോൺ ചെയ്യ്. മോളെ, അതൊന്നും വേണ്ട മോളെ. നിങ്ങൾ വിളിക്കേണ്ടത് പോലീസിനെ അല്ല, ആംബുലൻസിനെയാ. കുറ്റവാളികൾക്ക് ശിക്ഷ കിട്ടിയേ പറ്റൂ MLA സാർ. നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിച്ച ഒരാളെ ഞാൻ വെറുതെ വിടും തോന്നുന്നുണ്ടോ? നെവർ. അയ്യോ, ഞാൻ അവരോട് ക്ഷമിച്ചു. നിങ്ങൾ എന്നെ രക്ഷിക്ക്. ഇയാളോട് സാറ് ക്ഷമിച്ചാലും ഞങ്ങൾ ക്ഷമിക്കാൻ പോകുന്നില്ല. ഇയാൾക്ക് മരണശിക്ഷ ഞങ്ങൾ വാങ്ങിപ്പിച്ചു കൊടുക്കും. അമ്മേ, ഇപ്പൊ തന്നെ ഒരുപാട് രക്തം പോയി. ദയവ് ചെയ്ത് എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോ പ്ലീസ്. ഞാൻ നിങ്ങളോട് യാചിക്കുക. അമ്മേ. അയ്യോ അയ്യോ, എന്റെ MLA സാറിന്റെ കാല് പോയി കിട്ടി. അയ്യോ അമ്മേ. ഓ അമ്മേ, എന്റെ MLA സാറായി. അമ്മേ. നോക്കണം ഡോക്ടറെ. അയ്യോ ഡോക്ടർ സാറേ, എന്റെ കാലിനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഇന്ന് തന്നെ നടന്ന് എനിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ അല്ലേ? സോറി, 2-3 ദിവസം കഴിയാതെ എനിക്കൊന്നും പറയാൻ പറ്റില്ല. 2-3 ഡേയ്സോ? സാറിന്റെ കാലൊന്നും പോയില്ല, ഒരു പൊട്ടല് ഇല്ല.
പ്രതിപക്ഷവും ശത്രുക്കളും ഇദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി പക തീരുന്നത് വരെ ഇദ്ദേഹത്തിന്റെ കാലടിച്ചോടിച്ചിരിക്കുക. ഒരു 2-3 ദിവസം സാറ് ബെഡ് റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഈ കാൽ ഉടനെ ശരിയാകും. ഇനി ഇതിൽ അലസത കാണിക്കുകയോ കാലിന് ബലം കൊടുക്കുകയോ ചെയ്താൽ സാറ് ജീവിതകാലം മൊത്തം ഒറ്റക്കാലിൽ നടക്കേണ്ടി വരും. അങ്ങനൊന്നും പറയില്ല ഡോക്ടറെ. ഇലക്ഷന്റെ സമയം അടുത്തോണ്ടിരിക്കുകയാണ്. എന്റെ MLA സാർ പദയാത്ര നടത്താനുള്ളതാ. എന്തെങ്കിലും ചെയ്ത് രക്ഷപ്പെടുത്തും ഡോക്ടറെ. ഇപ്പൊ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാ ഇദ്ദേഹത്തിന്റെ പദയാത്രയ്ക്ക് പകരം ഇദ്ദേഹത്തിന്റെ അന്ത്യയാത്ര